Okay, module 2 we buoyancy which start here. Buoyancy definition: when a body is immersed in a fluid, an upward force is exerted by the fluid on the body. Okay, the upward force is equal to the weight of the fluid displaced by the body and is called the force of buoyancy. The buoyancy, force of buoyancy, അല്ലെങ്കിൽ buoyant force എല്ലാം ഒരേ definition തന്നെയാണ്. When a body is immersed in a fluid, an upward force is exerted by the fluid on the body. ആ upward force നാണ് നമ്മൾ buoyant force എന്ന് പറഞ്ഞത്, and that is equal to the weight of the fluid displaced by the body. Okay, ഇനി ഈ buoyant force act ചെയ്യുന്ന ഒരു point ഉണ്ട്, അല്ലെങ്കിൽ the buoyant force is acting through that point. Okay, so that point is called the center of buoyancy. Okay, അപ്പം നമ്മുടെ ഫ്ലൂയിഡിൽ നമ്മൾ ബോഡി പ്ലേസ് ചെയ്യുമ്പോൾ ബോഡി താഴോട്ട് പോകുന്നു, അപ്പോൾ buoyant ഫോഴ്സ് മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. As the force of buoyancy is a vertical force and is equal to the weight of the fluid displaced by the body, the center of buoyancy will be the center of gravity of the fluid displaced. Okay, അപ്പോൾ നമ്മുടെ ബോഡി നമ്മൾ ഫ്ലൂയിഡിൽ പ്ലേസ് ചെയ്യുന്നു, ബോഡി താഴോട്ട് പോകുന്നു, അല്ലെങ്കിൽ അതെ ബോഡിയുടെ വെയിറ്റ് കൊണ്ട് ബോഡി താഴോട്ട് പോകുന്നു, അപ്പോൾ buoyant ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വെർട്ടിക്കൽ ആയിരിക്കും, കാരണം ബോഡിയുടെ വെയിറ്റ് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ ഈ buoyant ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ അല്ലെങ്കിൽ ഏത് പോയിന്റിൽ കൂടെയാണ് ആക്ട് ചെയ്യുന്നത്, ആ പോയിന്റ് എന്ന് പറയുന്നത് it will be the center of gravity of the fluid which is displaced, because the force is equal to the weight of the fluid displaced by the body. Okay, fluid displace ചെയ്യുന്ന വെയിറ്റിന് ഈക്വൽ ആയതുകൊണ്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡും സെന്റർ ഓഫ് ബോയൻസിയും ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് മെറ്റാസെന്റർ നോക്കാം. മെറ്റാസെന്റർ is defined as a point about which a body starts oscillating when the body is tilted by a small angle. Okay, അപ്പോൾ നമ്മുടെ ഫ്ലൂയിഡ്സിലുള്ള ബോഡീസിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ, buoyant ഫോഴ്സസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഫ്ലൂയിഡിൽ ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്, അപ്പം അതൊന്ന് ടിൽറ്റ് ചെയ്യാം, ബോഡി ഒന്ന് ടിൽറ്റ് ചെയ്യാമെങ്കിൽ that will oscillate about a point. ഓസിലേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലേ, പെൻഡുലമൊക്കെ ഓസിലേറ്റ് ചെയ്യുന്ന പോലെ ഒരു മോഷൻ about a point or an axis. അപ്പം about which point a body oscillates when it is tilted, that point is called the metacenter. So metacenter is defined as a point at which the line of action of force of buoyancy will meet the normal axis of the body when the body is given a small angular displacement. അപ്പോൾ പ്രാക്ടിക്കലി ആ പോയിന്റ് നമ്മുടെ മെറ്റാസെന്റർ അല്ലെങ്കിൽ ഏത് പോയിന്റിന്റെ റെഫറൻസ് ആയിട്ടാണോ നമ്മുടെ ബോഡി ഓസിലേറ്റ് ചെയ്യുന്നത്, ആ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ വേ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ആക്സിസും അതുപോലെ buoyant ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ലൈനും, ഈ രണ്ട് ലൈൻസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലാണ് മെറ്റാസെന്റർ. ഓക്കെ, so consider a body floating in a liquid as shown in figure 4.5a. ഇതാണ് ഫിഗർ. അപ്പോൾ ഇവിടെ ഒരു ബോഡി ആദ്യം ഫ്ലോട്ട് ചെയ്യുന്നുണ്ടല്ലേ, ഇപ്പോൾ ബോഡി ലെവൽ ആണ് അല്ലേ, ടിൽറ്റഡ് അല്ല. സോ ലെറ്റ് ദ ബോഡി be in equilibrium, അത് നമ്മൾ പറഞ്ഞു, ടിൽറ്റഡ് അല്ല. പിന്നെ G is the center of gravity and B is the center of buoyancy. ഓക്കെ, അപ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്, സെന്റർ ഓഫ് ബോയൻസി ഉണ്ട്. സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ വെയിറ്റ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്, സെന്റർ ഓഫ് ബോയൻസി എന്ന് പറഞ്ഞാൽ buoyant ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ്, അല്ലെങ്കിൽ ഈ ആക്സിസിൽ കൂടെയാണ് buoyant ഫോഴ്സും വെയിറ്റും ആക്ട് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി ഇതിന് നമ്മൾ എന്താണ് മെറ്റാസെന്റർ എന്ന് വെച്ചാൽ that is a point about which the body starts oscillating അല്ലേ, when it is given a angular displacement, അല്ലെങ്കിൽ when it is tilted by a small angle. ഓക്കെ, അപ്പോൾ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി ഓസിലേറ്റ് ചെയ്യും. ആ റെഫറൻസ് പോയിന്റിനാണ് നമ്മൾ മെറ്റാസെന്റർ എന്ന് പറയുന്നത്. ആ പോയിന്റ് നമ്മൾ ഇവിടെ സെക്കൻഡ് ഫിഗർ നോക്കുവാണെങ്കിൽ നമ്മൾ ബോഡി ടിൽറ്റ് ചെയ്തു, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു, ഈ ആരോ കാണിച്ചിരിക്കുന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ഇതാണ് മെറ്റാസെന്റർ. ഓക്കെ, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്, സെന്റർ ഓഫ് ബോയൻസി ഉണ്ട്, മെറ്റാസെന്റർ ഉണ്ട്. ഈ മെറ്റാസെന്റർ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു നോർമൽ ആക്സിസും ഫോഴ്സ് ഓഫ് ബോയൻസിയും
ആക്ട് ചെയ്യുന്ന ലൈനും ഇത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലാണെന്ന് പറയും. അപ്പൊ ഇവിടെ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുമ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി ബോയന്റ് ഫോഴ്സും ഒരേ ലൈനിലാണ്. ഇനി നമ്മൾ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തതിന് ശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ സെന്റർ ഓഫ് ബോയൻസി ബിയിൽ നിന്നും B1ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ലൈൻസ് ഉണ്ട്. ഒന്ന് അതിന്റെ നോർമൽ ആക്സിസ്, രണ്ടാമത് ഫോഴ്സ് ഓഫ് ബോയൻസി ആക്ട് ചെയ്യുന്ന ലൈൻ. അതായത് സെന്റർ ഓഫ് ബോയൻസി ഷിഫ്റ്റ് ചെയ്തു ഫ്രം B to B1. സോ ദിസ് ഇസ് ദ ന്യൂ ഡയറക്ഷൻ ത്രൂ വിച്ച് buoyant force is acting. Okay, അപ്പോൾ ഈ രണ്ട് ലൈൻസ് കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന എവിടെയാണ്? അറ്റ് പോയിന്റ് M, which is the metacenter. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് സെന്റർ ഓഫ് ബോയൻസി അവിടെ ഉണ്ട്. When the body is given a angular displacement, the normal axis is tilted, but the buoyant force is still vertical and the center of buoyancy is shifting from B to B1. Okay. Okay, the line of action of force of buoyancy is in a new position. This will intersect with the normal axis of the body at some point, say M. This point is called metacenter. B യിൽ നിന്നും B1 ഷിഫ്റ്റ് ചെയ്തു in the buoyant force. അപ്പോൾ നോർമൽ ആക്സിസും buoyant ഫോഴ്സിന്റെ ഡയറക്ഷനും രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് മെറ്റാസെന്റർ. വെയിറ്റ് അപ്പോഴും എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. W, വെയിറ്റ് ഓഫ് ദ ബോഡി. ഓക്കെ, ഇനി മെറ്റാസെൻട്രിക് ഹൈറ്റ്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മെറ്റാസെന്റർ ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി ആൻഡ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ബോഡി. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മെറ്റാസെന്റർ ആൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി അതെവിടെയാണ്? എമ്മും ജിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെ, mg. ദാറ്റ് ഈസ് ദ മെറ്റാസെൻട്രിക് ഹൈറ്റ്. Okay, in analytical method for metacentric height. Okay, metacentric height കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബോഡി ഉണ്ട്, ബോഡി ഇക്വിലിബ്രിയത്തിലാണ് അല്ലേ, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്, സെന്റർ ഓഫ് ബോയൻസി ഉണ്ട്, കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു, ഇവിടെ ഡയറക്ഷൻ ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സെന്റർ ഓഫ് ബോയൻസി ഷിഫ്റ്റ് ചെയ്തു ഫ്രം B to B1. ഓക്കെ, അപ്പോൾ ഏതാണ് നോർമൽ ആക്സിസും സെന്റർ ഓഫ് പുതിയ B1 കൂടെയുള്ള ആക്സിസും കൂടെ കട്ട് ചെയ്യുന്നത് എവിടെയാണ്? മെറ്റാസെന്ററിലാണ്, M. മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? mg അല്ലെങ്കിൽ gm, രണ്ടും സെയിം തന്നെ. ദാറ്റ് ഈസ് എ മെറ്റാസെൻട്രിക് ഹൈറ്റ്. അപ്പോൾ മെറ്റാസെൻട്രിക് ഹൈറ്റ് ന്യൂമറിക്കൽ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, ഇപ്പോൾ ഈ ഫിഗറിന്റെ താഴെ പ്ലാൻ കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ ഫിഗേഴ്സ് എയിലും ബിയിലും കാണുന്നത്. അപ്പോൾ ഇവിടെ സിയില് ടോപ്പ് വ്യൂ കാണിച്ചിട്ടുണ്ട്, സി അല്ലേ, ടോപ്പ് വ്യൂ ഓർ പ്ലാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കാം, അടുത്ത ഫിഗർ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഇവിടെ ഈ ബോഡി ടിൽറ്റ് ചെയ്തപ്പോൾ നമ്മളിവിടെ ഒരു ഈ ബോഡിയിലെ ഒരു ചെറിയ സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, ഒരു ചെറിയ സ്ട്രിപ്പ്, അതാണ് ടിൽറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ സ്ട്രിപ്പ് നമ്മൾ ആ സ്ട്രിപ്പ് വരച്ചിട്ടില്ല. ഓക്കെ, ടിൽറ്റ് ചെയ്തതിന് ശേഷം ഒരു വെഡ്ജ് ഷേപ്ഡ് സ്ട്രിപ്പാണ് ഇവിടെ AO A', അതുപോലെ BOB'. ഓക്കെ, BOB'. അപ്പൊ അതിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ dx ആണ്. ഓൾസോ that strip is at a distance of x from the normal axis. Okay, one second, let me see. Okay, ade towards the right of the axis alle, at a distance x. Thickness is dx. Okay, ഓക്കെ, ഈ ഫിഗറിൽ പ്ലാനിൽ അവർ ഒരു സ്ട്രിപ്പേ കാണിച്ചിട്ടുള്ളൂ. ആക്ച്വലി there are two strips. അതുകൊണ്ടാണ് അവിടെ രണ്ട് വെഡ്ജസ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഓക്കെ,
ഏരിയ ഓഫ് ദ സ്ട്രിപ്പ് അവർ ഹൈറ്റ് ഇൻറ്റു തിക്നെസ് ആണ് എടുത്തിരിക്കുന്നത്. ഏരിയ ഓഫ് ദ സ്ട്രിപ്പ്. അപ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ എന്നാണ് അവർ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹൈറ്റ് ഇൻറ്റു തിക്നെസ്. അപ്പോൾ ഹൈറ്റ് എക്സ്, എക്സ് ഇൻറ്റു തീറ്റ, തിക്നെസ് ഡി എക്സ്. അതെങ്ങനെ വന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ഒരു സ്ട്രിപ്പ് നമ്മൾ പറഞ്ഞു നോർമൽ ആക്സിസിന്റെ ലെഫ്റ്റും റൈറ്റും ഓരോ സ്ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ ഒരു സ്ട്രിപ്പ് ഉണ്ട്, ഇവിടെ ഒരു സ്ട്രിപ്പ് ഉണ്ട്. അപ്പം ഈ റൈറ്റ് സൈഡിലുള്ള സ്ട്രിപ്പാണ് ബി ഒ ബി ഡാഷ്. എവിടെയുണ്ട്? ഇവിടെ ഇതാണ് സ്ട്രിപ്പ്. നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്ട്രിപ്പ് അതിന്റെ ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ 2 ഡയമെൻഷൻസ് വേണം, അല്ലെങ്കിൽ 2 ഡയമെൻഷനിലാണ്. അപ്പൊ ഒരു തിക്നെസ് നമ്മൾ പറഞ്ഞായിരുന്നു, തിക്നെസ് ഡി എക്സ് ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഇനി ലെങ്ത്തും കൂടെ വേണം. ഈ സ്ട്രിപ്പിനെ ഞാൻ എൻലാർജ് ചെയ്ത് വരയ്ക്കാം. ഇങ്ങനെ. അപ്പൊ തിക്നെസ് നമ്മൾ ഡി എക്സ് ആണെന്ന് പറഞ്ഞു അല്ലെ. തിക്നെസ് ഇസ് ഡി എക്സ്. അതെവിടെയുണ്ട്? അതവർ തന്നിട്ടുണ്ട്. തിക്നെസ് ഇസ് ഡി എക്സ്. Okay, and it is located at x distance from the normal axis. അത്രേ അവർ തന്നിട്ടുണ്ട്. ഇനി ലെങ്ത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ലെങ്ത് എന്ന് വെച്ചാൽ നമ്മുടെ പ്ലാനിലുള്ള ലെങ്ത് അല്ല. പ്ലാനിലുള്ള ലെങ്ത് ആണെങ്കിൽ L ആണ്. ഫ്രണ്ട് വ്യൂ എന്നുള്ള ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കും. ആ ഏരിയ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ ഒരു ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഇതൊരു ആർക്ക് ആണെന്ന് അസ്യൂം ചെയ്യുവാണെങ്കിൽ, ഓക്കെ, ലെങ്ത് ഓഫ് ദി ആർക്ക് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഇൻറ്റു ആംഗിൾ ആണ്, തീറ്റ. ഓക്കെ, റേഡിയസ് എന്ന് പറഞ്ഞാൽ നോർമൽ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. അത് എത്രയാണ്? എക്സ് ആണ് അല്ലെ. ഈ സ്ട്രിപ്പ് മുതൽ നോർമൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്. അപ്പൊ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പൊ എക്സ് ഇൻറ്റു തീറ്റ ഇൻറ്റു ഡി എക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ കിട്ടും. ശരിയാണോ? എക്സ് ഇൻറ്റു തീറ്റ ഇൻറ്റു ഡി എക്സ്. അതെ, ഏരിയ കിട്ടും. ഓക്കെ, ഇനി വോളിയം കണ്ടുപിടിക്കാനായിട്ട് ഏരിയ ഇൻറ്റു എൽ. ഓക്കെ, നമ്മൾ സിലിണ്ടറിന്റെ ഒക്കെ വോളിയം കണ്ടുപിടിക്കുന്നില്ലേ? ക്രോസ് സെക്ഷണൽ ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ ഹൈറ്റ്. അപ്പൊ ഏരിയ ഇവിടെ കിട്ടി. ഏരിയ ഇൻറ്റു എൽ. എവിടെ നമുക്ക് കിട്ടി? പ്ലാനിൽ അല്ലെ, പ്ലാനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എൽ. നമ്മൾ നേരത്തെ കണ്ടു. എക്സ് ഇൻറ്റു തീറ്റ ഇൻറ്റു എൽ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, വോളിയം കിട്ടി. ഇനി വെയിറ്റ് കണ്ടുപിടിക്കാം. വെയിറ്റ് കണ്ടുപിടിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫോഴ്സ് നമ്മൾ 2 സ്ട്രിപ്സ് നമ്മൾ കൺസിഡർ ചെയ്തു ഓൺ ഐദർ സൈഡ്സ് ഓഫ് ദ നോർമൽ ആക്സിസ്. എന്തിനാണെന്ന് ചോദിച്ചാൽ ആ സ്ട്രിപ്സിന്റെ വെയിറ്റ് കൊണ്ടുണ്ടാകുന്ന മൊമെന്റ് കണ്ടുപിടിക്കാനാണ്. നമുക്ക് നോക്കാം. ഇനി വെയിറ്റ് ഓഫ് ദ സ്ട്രിപ്പ് കിട്ടണമെങ്കിൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഗിവ്സ് യു വെയിറ്റ് അല്ലെ. വോളിയം ഇൻറ്റു ഡെൻസിറ്റി ചെയ്യുമ്പോൾ മാസ് കിട്ടും, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചെയ്യുമ്പോൾ വെയിറ്റ് കിട്ടും. സോ റോ ജി ഇൻറ്റു എക്സ് ഇൻറ്റു തീറ്റ ഇൻറ്റു എൽ ഡി എക്സ്. ഓക്കെ, ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പൊ റൈറ്റ് സൈഡിലെ സ്ട്രിപ്പിന്റെ ഏരിയയാണ് നമ്മൾ പറഞ്ഞത്. ലെഫ്റ്റ് സൈഡിൽ ഒരു സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ അതിനും ഒരു വെയിറ്റ് കാണും. വെയിറ്റ് സെയിം ആയിരിക്കും അല്ലെ. If the strip is having the same thickness, same length, and it is at the same distance from the normal axis, the couple will be rho g x into theta into L dx. Sorry, the weight will be rho g x into theta into L dx. Okay. അപ്പോൾ two weights acting in the opposite direction. Two weights acting on the opposite direction എന്ന് പറയാൻ കാര്യം, നമ്മൾ ഈ ബോഡിക്ക് ഒരു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ സ്ട്രിപ്പ് ദാറ്റ് ഇസ് above the water level, അതുപോലെ റൈറ്റ് സൈഡിലെ സ്ട്രിപ്പ് ഇറ്റ് ഈസ് ബിലോ ദ വാട്ടർ ലെവൽ. രണ്ടും 2 ഡയറക്ഷൻസിലോട്ടാണ് മൂവ് ചെയ്തത്. സോ ദേ ടെൻഡ് ടു എന്താണ് പറയുന്നത്, റീഗെയിൻ ദ ഒറിജിനൽ പൊസിഷൻ. നമ്മൾ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ അത് തിരിച്ച് ഇക്വിലിബ്രിയത്തിലോട്ട് വരാൻ നോക്കും അല്ലേ. അതിന് വേറെ കുറച്ച് റീസൺസ് ഉണ്ട്, അത് നമ്മൾ ഇനി പറയത്തേ ഉള്ളൂ. So we gave the body an angular displacement and it tends to come back to its original position. So the weights of the strips will act in opposite directions. Okay. So the two weights are acting in the opposite direction. So they will constitute a couple. Okay. അപ്പോൾ ഇനി ഈ കപ്പിൾ കൊണ്ടുണ്ടാകുന്ന മൊമെന്റ്
Momentum എന്ന് പറഞ്ഞാൽ force into distance അല്ലേ? അപ്പോൾ the weight of each strip into distance between these weights. അപ്പോൾ moment of the couple എന്ന് പറഞ്ഞാൽ force into രണ്ട് ഫോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അത് എത്രയാണ്? x plus x അല്ലേ? അത് ഒരു ലെഫ്റ്റ് സൈഡിലെ ഫോഴ്സും നോർമൽ ആക്സിസും ആയിട്ടുള്ള ഡിസ്റ്റൻസ് x, റൈറ്റ് സൈഡിലെ ഫോഴ്സും നോർമൽ ആക്സിസും ആയിട്ടുള്ള ഡിസ്റ്റൻസ് x. അപ്പോൾ x plus x 2x. So the moment of the couple is 2 rho g x square theta L dx. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഒരു ചെറിയ സ്ട്രിപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് എടുത്തത്. അപ്പോൾ ഇനി നമ്മൾ ആ വെഡ്ജ് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ BO B dash AO A dash എന്നുള്ള വെഡ്ജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ അതിനകത്ത് ഇതുപോലെ കുറേ സ്ട്രിപ്സ് ഉണ്ട് അല്ലേ? ഈ വെഡ്ജിലാണെങ്കിൽ കുറേ സ്ട്രിപ്സ് ഉണ്ട് AO A ഡാഷിലും BO B ഡാഷിലും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി moment of couple due to shifting of center of buoyancy from B to B1. ഓക്കെ, നമ്മൾ സെന്റർ ഓഫ് ബോയൻസി ഷിഫ്റ്റ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തപ്പോൾ? നമ്മൾ ടിൽറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ ആ ഫോഴ്സിന്റെ മൊമെന്റ് നോക്കാം. സോ FB is the buoyant force and B1 is the distance അല്ലേ? ഫോഴ്സ് ഷിഫ്റ്റ് ചെയ്തത് എത്രയാണ്? B to B1 ആണ്. സോ B1 into ഏത് ഫോഴ്സ് ആണ് ഷിഫ്റ്റ് ചെയ്തത്? ബോയന്റ് ഫോഴ്സ് FB. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഗീവ്സ് യു മൊമെന്റ്. അപ്പോൾ സെന്റർ ഓഫ് ബോയൻസി ഷിഫ്റ്റ് ചെയ്തുകൊണ്ടുള്ള മൊമെന്റ് എന്ന് പറഞ്ഞാൽ FB ഇൻറ്റു B1. ഓക്കെ, ഇനി അവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ B1 നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കാം. ഓക്കെ, B1 ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. M ആണ് ട്രയാങ്കിളിന്റെ മുകളിലുള്ള MBB1. അപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ നമുക്ക് അസ്യൂം ചെയ്യാം. ഇവിടെ B1 ൽ ഓക്കെ, പോയിന്റ് B1 the triangle MBB1 is right angled. That means angle MB1B is 90 degrees. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ BB1M. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു റൈറ്റ് ആംഗിൾഡ് ആണെന്ന് പറഞ്ഞു at B1. നമുക്ക് tan തീറ്റ എടുക്കാം. തീറ്റ എന്ന് പറഞ്ഞാൽ ഏത് ആംഗിൾ ആണ്? തീറ്റ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ് തീറ്റ. This is theta. Okay, ഇനി അപ്പോൾ tan തീറ്റ എന്തായിരിക്കും? tan തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അല്ലേ? അതായത് BB1 by B1M. BB1 by B1M. ഓക്കെ, അപ്പോൾ ഇനി ഒരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ tan theta tends to theta when theta is negligible. അപ്പോൾ നമ്മൾ ഈ ടിൽറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ that will be to a very small angle. ഓക്കെ, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ tan theta tends to theta. ഓക്കെ, സോ theta is equal to BB1 into B1M. അപ്പോൾ BB1 is equal to BM into theta എന്ന് എഴുതാം. BB1 is equal to BM into theta. ഇത് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, BB1 is equal to BM into theta. പിന്നെ FB ബോയന്റ് ഫോഴ്സിന് നമ്മൾ W എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. W for weight. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കപ്പിൾസും സെയിം ആണ് അല്ലേ? കാരണം നമ്മൾ ഒരു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തപ്പോൾ ബോയന്റ് ഫോഴ്സ് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ തന്നെ ഈ ബോഡിയിലുള്ള അതായത് ബോഡി മാസിന് അതിന്റെ പൊസിഷൻ റീഗെയിൻ ചെയ്യണമെന്നുണ്ട് അല്ലേ? അപ്പൊ ബോഡി മാസിന്റെ കപ്പിള് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതും അതുപോലെ നമ്മുടെ എന്താണ് ബോയന്റ് ഫോഴ്സിന്റെ കപ്പിൾ ആക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ഡയറക്ഷൻസിലായിരിക്കും അല്ലെ? മൊമെന്റ്സ് ആക്ട് ചെയ്യുന്ന ഒരു റീസ്റ്റോറിംഗ് മൊമെന്റും ഉണ്ട്, ഒരു ഡിസ്പ്ലേസിംഗ് മൊമെന്റും ഉണ്ട് അല്ലെ? ഒരു മൊമെന്റ് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന വേറൊരു മൊമെന്റും ഉണ്ട്. Okay, these two couples can be equated. അത് രണ്ടും നമുക്ക് ഈക്വൽ ആണെന്ന് അസ്യൂം ചെയ്യുവാണെങ്കിൽ W into BM into theta പിന്നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത വാല്യൂ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, L into dx, elemental area on the waterline shown in figure. Okay, 2 rho g theta x square L dx. Theta cancel ആയിപ്പോയി അല്ലേ? ഓക്കെ, L dx is the elemental area on the water line. ഓക്കെ, അപ്പോൾ L into dx നമ്മൾ dA എന്ന് എഴുതി.
Okay. Okay. 2 times integral of x square dA. It is the second moment of area of the plan of the body at water surface about the axis yy. Okay. Yy എന്ന് പറയുന്ന central axis ആണ്. അപ്പം 2 integral of x square dA നമ്മൾ second moment of area എന്ന് എഴുതി, അതായത് I. Okay. So W into BM is equal to rho g I. നമുക്ക് വേണ്ടത് mg ആണ്. ഓക്കെ, മെറ്റാസെൻട്രിക് ഹൈറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് ഇതിനകത്ത് BM ഉണ്ട്. BM is equal to rho g I by W. ഓക്കെ, ഇനി W-ന് അവർ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടുണ്ട്. W is the weight of the body, അല്ലേ? അല്ലെങ്കിൽ W is the weight of the fluid displaced by the body. Okay, so W is equal to rho g into volume. Okay, rho g into volume. Volume of the body submerged in water. So BM is equal to I by, okay, ഈ notation എന്തുവാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ മറന്നുപോയി വീണ്ടും. Okay. Okay, GM is equal to I by volume of the body submerged in water minus BG. Okay, metacentric height നുള്ള ഒരു equation കിട്ടി. Okay. Now we will see the conditions of equilibrium of a floating and submerged body. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഡെറിവേഷനിൽ നമ്മൾ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തതിന് ശേഷം ബോഡി തിരിച്ച് ഒറിജിനൽ പൊസിഷനിലേക്ക് വരുന്നു, അങ്ങനെയുള്ള സ്റ്റേബിൾ കണ്ടീഷനിൽ നമ്മൾ ടിൽറ്റ് ചെയ്തു, പിന്നെ സ്റ്റേബിൾ കണ്ടീഷനിലോട്ട് വരുന്നു, അല്ലേ? മൊമെന്റ് ഉണ്ട്, അങ്ങനെ ഒരു കണ്ടീഷനാണ് കണ്ടത്, അല്ലേ? ബോഡി ഈസ് സെഡ് ടു ബി സ്റ്റേബിൾ, ഫ്ലോട്ടിംഗ് ആവാം അല്ലെ സബ്മർജ്ഡ് ആവാം, if it comes back to its original position after a slight disturbance. Okay, അപ്പോൾ സ്റ്റെബിലിറ്റി തീരുമാനിക്കുന്നത് റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് സെന്റർ ഓഫ് ബോയൻസി ആണ്. ബി എവിടെയാണ്, ജി എവിടെയാണ്, ഇതിന്റെ അറേഞ്ച്മെന്റ് അനുസരിച്ച്, ബിയുടെയും ജിയുടെയും അറേഞ്ച്മെന്റ് അനുസരിച്ചാണ് ബോഡി സ്റ്റേബിൾ ആവുകയോ അല്ലാതാവുകയോ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബോഡി സബ്മേർജ്ഡ് ആണെങ്കിലുള്ള കണ്ടീഷൻ നോക്കാം. അതായത് ബോഡി ഈസ് ബിലോ ദ വാട്ടർ സർഫസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യത്തെ കണ്ടീഷൻ നോക്കാം. സ്റ്റേബിൾ ഇക്വിലിബ്രിയം. സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ, ഓക്കെ, സബ്മേർജ്ഡ് ബോഡി ആണെങ്കിൽ ജി ആണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി, ബി ആണ് സെന്റർ ഓഫ് ബോയൻസി. അപ്പൊ സബ്മേർജ് ചെയ്തിരിക്കുവാണെങ്കിൽ ജി താഴെയും ബി മുകളിലും ആണെങ്കിൽ സ്റ്റേബിൾ ആണ്. അപ്പൊ ജിയിൽ നിന്നും വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നു, ബോയൻ ഫോഴ്സ് ബിയിൽ നിന്നും മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു. നമ്മൾ അതിന്റെ ഒരു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് സെക്കൻഡ്, ഈ ഫിഗർ എയിൽ തന്നെ സെക്കൻഡ് ഫിഗർ നോക്കുക. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കൊടുക്കുവാണെങ്കിൽ ഈ ഫോഴ്സസ് എങ്ങനെ ആക്ട് ചെയ്യും? ഫോഴ്സസ് അപ്പോഴും വെർട്ടിക്കൽ ആയിരിക്കും, അല്ലെ? വെയിറ്റ് വെർട്ടിക്കൽ ആണ്, ബോയൻ ഫോഴ്സ് വെർട്ടിക്കൽ ആണ്. പക്ഷെ അപ്പം ഈ ഒരു രണ്ട് ഫോഴ്സും കൊണ്ടുണ്ടാവുന്ന ഒരു കപ്പിൾ, അപ്പൊ അതിന്റെ മൊമെന്റ് ഏത് ഡയറക്ഷനിലോട്ടായിരിക്കും? അത് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പൊ നമ്മൾ കൊടുത്തത് ക്ലോക്ക് വൈസ് ഡിസ്പ്ലേസ്മെന്റ്, ബോയൻ ഫോഴ്സും വെയിറ്റ് ഓഫ് ദ ബോഡിയും ആക്ട് ചെയ്യുന്ന ആ ഒരു കപ്പിൾ ഇൻഡ്യൂസ് ചെയ്യുന്ന മൊമെന്റ് എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പൊ ആന്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും ഓപ്പോസിറ്റ് ക്യാൻസൽ ആയി പോവും. അങ്ങനെ ബോഡി തിരിച്ച് സ്റ്റേബിൾ കണ്ടീഷനിലോട്ട് വരും. ഓക്കെ, ഇനി സെന്റർ ഓഫ് ഗ്രാവിറ്റി മുകളിലും സെന്റർ ഓഫ് ബോയൻസി താഴെയുമാണെങ്കിൽ നിങ്ങൾ നോക്കുക, നമ്മളൊരു ക്ലോക്ക് വൈസ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുവാണെങ്കിൽ, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുവാണെങ്കിൽ ബോയിൻ ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യും. ഇവിടെ ഉണ്ട്, ബോയിൻ ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യും, വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യും. അവിടെ എന്താ സംഭവിക്കുക? അവിടെ പിന്നെയും ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ടാവും. അപ്പൊ രണ്ട് ക്ലോക്ക് വൈസ് മൊമെന്റ്, ഫോഴ്സസ് കൊണ്ടുള്ള ക്ലോക്ക് വൈസ് മൊമെന്റ്, നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ടുള്ള ക്ലോക്ക് വൈസ് മൊമെന്റ്. അപ്പൊ മൊത്തത്തിൽ അവിടെ അൺസ്റ്റേബിൾ ആണ്. Body cannot regain its original position because there is no restoring moment. Okay, ഇനി ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് ബോയൻസിയും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ഒരേ പോയിന്റിൽ കോയിൻസൈഡ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, sorry. For a floating body, the stability is determined from the position of metacenter and the from the position of metacenter. അപ്പോൾ ഫസ്റ്റ് ഫിഗർ നോക്കുക, ഇവിടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും സെന്റർ ഓഫ് ബോയൻസിയും ഉണ്ട്. സെക്കൻഡ് ഫിഗർ നോക്കുക, അവിടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി സെന്റർ ഓഫ് ബോയൻസി ഉണ്ട്. ബോഡി നമ്മൾ ടിൽറ്റ് ചെയ്തു, സെന്റർ ഓഫ് ബോയൻസി ഷിഫ്റ്റ് ചെയ്തു,
center of buoyancy shift ചെയ്തപ്പോൾ the metacenter for the floating body is above the center of gravity. Okay, അങ്ങനെയാണെങ്കിൽ the restoring moment ഉണ്ട്, stable equilibrium ആണ്. Okay, ഇനി if you see the second figure, ഇവിടെ center of gravity ഉണ്ട്, center of buoyancy ഉണ്ട്. ഇവിടെ നമ്മൾ center of buoyancy shift ചെയ്തപ്പോൾ പക്ഷേ metacenter വന്നത് എവിടെയാണ്? center of buoyancyയുടെയും center of gravityയുടെയും ഇടയ്ക്കാണ് അല്ലേ? metacenter is below the center of gravity. ഓക്കെ, അപ്പോൾ ആ കപ്പിൾ എങ്ങനെ ആക്ട് ചെയ്യുന്നത് നോക്കാം. കപ്പിൾ ആക്ട് ചെയ്യുന്നത് ഇവിടെയാണ്, വെയിറ്റ് ആക്ട് ചെയ്യുന്നത് ഇവിടെയാണ് അല്ലേ? സെന്റർ ഓഫ് ബോയൻസി ഇവിടെയാണ്. അപ്പോൾ വെയിറ്റ് ആൻഡ് ഫോഴ്സ്, ഈ രണ്ട് ഫോഴ്സസ്, വെയിറ്റ് ആൻഡ് ബോയന്റ് ഫോഴ്സ്, ഇത് രണ്ടും കൊണ്ടുണ്ടാവുന്ന കപ്പിൾ, ആ കപ്പിളിന്റെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് തന്നെയാണ്. നമ്മൾ കൊടുത്ത എക്സ്റ്റേണൽ ഡിസ്പ്ലേസ്മെന്റ് ക്ലോക്ക് വൈസ് തന്നെയാണ്. അപ്പോൾ രണ്ട് ക്ലോക്ക് വൈസ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്സ് ഉള്ളത് കൊണ്ട് the body will be unstable and it cannot regain its original position. So for a floating body, the metacenter should be the position of the metacenter decides the stability of the floating body. If the metacenter is above the center of gravity, the body is stable, and if the metacenter is between the center of gravity and the center of buoyancy and below the center of gravity, the body is unstable. Okay, everything depends on the nature of the angular displacement given externally and the moment of the couple formed by the forces, that is the weight of the body and the buoyant force. Okay, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന angular displacement nature, ആ നേച്ചറും നമ്മുടെ buoyant forceന്റെയും പിന്നെ ബോഡിയുടെ വെയിറ്റ്, ഇത് ഈ രണ്ട് ഫോഴ്സസ് കൊണ്ട് ഉണ്ടാവുന്ന കപ്പിളിന്റെ മൊമെന്റിന്റെ ഡയറക്ഷൻ, ഈ ഡയറക്ഷനും നമ്മുടെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, എക്സ്റ്റേണൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് നേച്ചറും ഓപ്പോസിറ്റ് ആണെങ്കിൽ ബോഡി സ്റ്റേബിൾ ആയിരിക്കും, അത് രണ്ടും സെയിം ആണെങ്കിൽ ബോഡി അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, നൗ എക്സ്പെരിമെന്റൽ മെത്തേഡ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് മെറ്റാസെൻട്രിക് ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പ്രാക്ടിക്കലി എങ്ങനെ കണ്ടുപിടിക്കാം മെറ്റാസെൻട്രിക് ഹൈറ്റ്, അതായത് mg എങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, സോ യു ഹാവ് എ ഫ്ലോട്ടിംഗ് ബോഡി ഹിയർ, വെയിറ്റ് ഇസ് പ്ലേസ്ഡ് ഓൺ ടോപ്പ് ഓഫ് ദി വെസൽ W1, g മാർക്ക് ചെയ്തിട്ടുണ്ട്, b മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഹിയർ യു ഹാവ് ഒരു എക്സ്റ്റേണൽ ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ക്ലോക്ക് വൈസ്. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെറ്റാസെന്റർ വന്നു, അപ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഷിഫ്റ്റ് ചെയ്തു ബിക്കോസ് W1 ഹാസ് ഷിഫ്റ്റഡ് ഇറ്റ്സ് പൊസിഷൻ. അപ്പോൾ വെയിറ്റ്, ഈ W1 എന്ന് പറയുന്ന വെയിറ്റ് അത് മൂവിങ് ആണ്. നമ്മൾ ടിൽറ്റ് ചെയ്തപ്പോൾ W1 ഒരു എഡ്ജിലോട്ട് വന്നു, അപ്പോൾ വെയിറ്റ് ഷിഫ്റ്റ് ചെയ്തു, അപ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഷിഫ്റ്റ് ചെയ്തു, സെന്റർ ഓഫ് ബോയൻസി ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, മെറ്റാസെന്റർ കിട്ടി. ഓക്കെ, നൗ വി വിൽ സീ. ഓക്കെ, weight W1 moved across the vessel through a distance x. Okay, new center of gravity is G1. Okay, center of buoyancy has also shifted to B1. Okay, so moment caused by the movement of the load W1 through a distance x is equal to the moment caused by the shift of the center of gravity from G to G1. അപ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ആക്ട് ചെയ്യുന്ന ഏത് ഫോഴ്സ് ആണ്? വെയിറ്റ് ആണ്. അപ്പോൾ വെയിറ്റ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുണ്ടാവുന്ന മൊമെന്റം, അതുപോലെ ലോഡ് W1 മൂവ് ചെയ്തത് കൊണ്ടുണ്ടാവുന്ന മൊമെന്റം, ഈ രണ്ട് മൊമെന്റ്സ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ നിന്ന് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? ഫ്രം G to G1. സോ ഡിസ്റ്റൻസ് ഈസ് G1 ആൻഡ് ഫോഴ്സ് ഈസ് W. ഓക്കെ, സോ W into G1 അവർ G1 അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് GM tan തീറ്റ. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഈ ഫിഗറിൽ നോക്കുവാണെങ്കിൽ GM G1 മൂന്നെണ്ണം ഉണ്ട് അല്ലേ? അപ്പൊ ഇവിടെ റൈറ്റ് ആംഗിൾ എവിടെയാണ്? റൈറ്റ് ആംഗിൾ നമുക്ക് ജിയിലാണെന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, തീറ്റ ഇവിടെയാണ്, എവിടെയാണ്? എമ്മിലാണ് തീറ്റ, ജിയിൽ റൈറ്റ് ആംഗിൾ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ടാൻ തീറ്റ നോക്കുവാണെങ്കിൽ G1 by GM, പക്ഷെ തീറ്റ ഇസ് എ വെരി സ്മോൾ ആംഗിൾ അല്ലേ? തീറ്റ ഇസ് എ വെരി സ്മോൾ ആംഗിൾ. അപ്പോൾ tan theta tends to theta. ഓക്കെ, അത് ഇവിടെ എടുക്കുന്നില്ല. ഓക്കെ, ബട്ട് tan theta is equal to G1 by GM, G1 is equal to GM into tan theta. ഓക്കെ, അതെ.
ഇനി moment due to the shifting of W1 into x. ഇത് രണ്ടുമാണ് നമുക്ക് ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് numerical value of metacentric height, that is Gm is equal to W1 into x divided by W into tan theta എന്ന് കിട്ടും. ഇവിടെ W1 എന്ന് വെച്ചാൽ weight placed on the vessel, x is the distance through which the weight moves over the vessel when the angular displacement is given, theta is the angular displacement, and W is the weight of the vessel. Okay, stability related problem നോക്കാം. A solid cylinder of diameter 4 meter has a height of 4 meter. Find the metacentric height of the cylinder if the specific gravity of the material of cylinder is 0.6 and it is floating in water with its axis vertical. State whether the equilibrium is stable or unstable. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഫ്ലോട്ടിംഗ് ബോഡിയാണ് അല്ലേ? ഫ്ലോട്ടിംഗ് ബോഡിയാണ് തന്നിരിക്കുന്നത്. നമ്മൾ ഫ്ലോട്ടിംഗ് ബോഡിയുടെ കണ്ടീഷൻസ് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. സിലിണ്ടർ ആണ് നമ്മുടെ ബോഡി. ഓക്കെ, ഡയമീറ്റർ 4 മീറ്റർ തന്നിട്ടുണ്ട്, ഹൈറ്റ് 4 മീറ്റർ. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ മെറ്റീരിയൽ 0.6. ഓക്കെ, വെർട്ടിക്കൽ ആയിട്ടാണ് അത് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് 2.4 മീറ്റേഴ്സ് സബ്മേർജ്ഡ് ആണ്, ബാക്കി വാട്ടർ സർഫസിന്റെ മുകളിലാണ്. അപ്പോൾ ഡെപ്ത് വിച്ച് ഇസ് സബ്മേർജ്ഡ് എന്ന് പറഞ്ഞാൽ 2.4 മീറ്റേഴ്സ്. ഓക്കെ, അത് കണ്ടുപിടിക്കാനായിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഹൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? 0.6 ഇൻറ്റു 4. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് ബോയൻസി ഫ്രം എ. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ AB/2 ആണ്. അതായത് നമ്മുടെ സബ്മേർജ്ഡ് ഡെപ്തിന്റെ ഹാഫ് ഡിസ്റ്റൻസിലാണ് സെന്റർ ഓഫ് ബോയൻസി ഉള്ളത്. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം എ അതെവിടെയാണ്? ടോട്ടൽ ഹൈറ്റിന്റെ സെൻട്രൽ 4/2 വിച്ച് ഇസ് 2 മീറ്റേഴ്സ്. ഓക്കെ, ഇനി BG എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്. BG എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് ഗ്രാവിറ്റി G ആൻഡ് സെന്റർ ഓഫ് ബോയൻസി B. ഓക്കെ, അത് എത്രയാണ്? 0.8 മീറ്റേഴ്സ്. ഓക്കെ, ഇനി മെറ്റാസെൻട്രിക് ഹൈറ്റിന്റെ ഇക്വേഷൻ അല്ലെ? ഫ്ലോട്ടിംഗ് ബോഡിയുടെ സ്റ്റെബിലിറ്റി എങ്ങനെയാണ്? ഫ്ലോട്ടിംഗ് ബോഡിയുടെ സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് മെറ്റാസെന്റർ. ഓക്കെ, സബ്മേർജ്ഡ് ബോഡി ആയിരുന്നെങ്കിൽ റിലേറ്റീവ് പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് ബോയൻസി ആൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കണം. M എവിടെയാണെന്ന് അറിഞ്ഞാൽ GM എത്രയാണെന്ന് അറിയണം, BG എത്രയാണെന്ന് അറിയണം അല്ലേ? അതാണ് സർ വാട്സ്ആപ്പില് സൂം അയച്ചുകൊണ്ട് അവിടെ ഓക്കെ അത് അതേ സേവ് ചെയ്യുന്ന പ്രോസസ് നോക്കിയാൽ കിട്ടാൻ ഭക്ഷണം സാർ. ഓക്കെ സർ, ഓക്കെ ശരി. Okay, sorry for the interruption. Okay, you will see GM is equal to I by volume of the submerged body minus BG. Okay, ഇനി I എന്ന് പറഞ്ഞാൽ moment of inertia of the area അല്ലേ? moment of inertia of the area about y axis അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ എന്തുവാണ്? നമ്മുടെ സിലിണ്ടറിന്റെ ക്രോസ് സെക്ഷൻ സർക്കുലർ ആണ് അല്ലേ? അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് pi d raised to 4 divided by 64. D തന്നിട്ടുണ്ട്. ഡയമീറ്റർ ഇസ് 4 മീറ്റേഴ്സ്, ഹൈറ്റും ഡയമീറ്ററും രണ്ടും 4 മീറ്റേഴ്സ് ആയിരുന്നു. ഓക്കെ, ഇനി വോളിയം ഓഫ് ദി സബ്മേർജ്ഡ് ബോഡി, അതായത് വോളിയം ഓഫ് ദി സിലിണ്ടർ ഇൻ വാട്ടർ. ഇൻ വാട്ടർ എന്ന് വെച്ചാൽ വെള്ളത്തിനകത്ത് എത്ര സിലിണ്ടർ ഉണ്ട് അതിന്റെ വോളിയം. അപ്പൊ അത് വോളിയം കണ്ടുപിടിക്കാനായിട്ട് എന്തോ πr² into h അല്ലെ πd²/4 into h. അപ്പം πd² ഉണ്ട്, ഡയമീറ്റർ മാറത്തില്ല, /4. h എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ദ സിലിണ്ടർ ഇൻ വാട്ടർ, അത് എത്രയാണ്? 2.4. അപ്പൊ നമുക്കിവിടെ ഐയും കിട്ടി, വോളിയം ഓഫ് ദ ബോഡി സബ്മേർജ്ഡ് ഇൻ വാട്ടറും കിട്ടി. അപ്പൊ ഈ ക്വാണ്ടിറ്റി നമുക്ക് ഫൈനലി I by വോളിയം ചെയ്യുമ്പോൾ 0.4167 മീറ്റേഴ്സ് എന്ന് കിട്ടും. GM എന്ന് പറഞ്ഞാൽ I by വോളിയം സബ്മേർജ്ഡ് മൈനസ് BG. ഓക്കെ, BG നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു അല്ലേ? നമ്മൾ B എവിടെയാണെന്ന് കണ്ടുപിടിച്ചു, G എവിടെയാണെന്ന് കണ്ടുപിടിച്ചു, അതിനുശേഷം we found out BG. ഓക്കെ, ഇനി BG കണ്ടുപിടിച്ചപ്പോൾ GM കണ്ടുപിടിച്ചപ്പോൾ that is negative. Negative sign means that metacenter M is below the center of gravity. Metacenter center of gravity യുടെ താഴെയാണെങ്കിൽ the cylinder is in unstable equilibrium. ഓക്കെ, അത് നമ്മൾ നേരത്തെ പഠിച്ചതിനകത്തുണ്ട്.
Metacenter, center of gravity മുകളിലാണെങ്കിൽ the body, floating body is in stable equilibrium. If the metacenter is below the center of gravity, it is in unstable equilibrium. Okay. Okay. Now, now there is another similar problem. Same cylinder തന്നെയാണ്. അല്ല വേറെ problem ഉണ്ടോ എന്ന് നോക്കാം. Rectangular ponton. Wooden cylinder. എല്ലാം സിലിണ്ടറിന്റെ പ്രോബ്ലംസ് തന്നെയാണ്. ഒരു ഡിഫറെന്റ് ഷേപ്പ് ഉള്ള പ്രോബ്ലം വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ. ഓക്കെ. റെക്ടാങ്കുലർ പോണ്ടോൺ എന്ന് വെച്ചാൽ ഒരു എന്താണ് പറയുന്നത്, ഒരു ക്യൂബോയിഡ് പോലെ. Okay, 10 meter long, 7 meter broad and 2.5 meter deep, weighs 686.7 kilonewtons. Okay, it carries on its upper deck an empty boiler of 5 meter diameter, weighing 588.6 kilonewtons. Center of gravity of the boiler and ponton are and the vertical line. Find the metacentric height. Weight density of sea water is 10.1 kilonewton per meter cube. അപ്പോൾ ഇവിടെ രണ്ട് ബോഡീസ് ഉണ്ട് അല്ലേ, രണ്ടും ഒന്നിന് മുകളിൽ ഒന്നായിട്ടിരിക്കുകയാണ്. താഴെ ഒരു ക്യൂബോയിഡ് ആണ്, റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ, മുകളിൽ ഒരു സ്ഫിയർ ആണ്, അതിന് സർക്കുലർ ക്രോസ് സെക്ഷൻ. അപ്പോൾ ഈ രണ്ട് ബോഡീസിന്റെയും സെന്റർ ഓഫ് ഗ്രാവിറ്റീസ് ആണ് G1 ഉം G2. ഓക്കെ, അപ്പൊ അതിന്റെ കോമൺ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ് G. ഓക്കെ, G ഈസ് ദ കോമൺ സെന്റർ ഓഫ് ഗ്രാവിറ്റി. അത് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ കോമൺ സെന്റർ ഓഫ് ബോയൻസി ബിയും കണ്ടുപിടിക്കണം. ഓക്കെ, ആദ്യത്തെ ബോഡിയുടെ വെയിറ്റ്, അതിന്റെ ഡയമീറ്റർ, രണ്ടാമത്തെ ബോഡിയുടെ വെയിറ്റ്, പിന്നെ ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ G1 ഉം G2 എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യാൻ? G1 എവിടെയായിരിക്കും? ഈ റെക്ടാങ്കിളിന്റെ ഹൈറ്റ്, റെക്ടാങ്കിൾ സബ്മേർജ് ചെയ്തിട്ടുണ്ട് എത്രയാണ്? റെക്ടാങ്കിളിന്റെ ഹൈറ്റ് ആണ് 2.5 മീറ്റേഴ്സ്. അപ്പൊ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയായിരിക്കും? അതിന്റെ മിഡിലായിരിക്കും അല്ലെ. 2.5/2. AG1 is equal to 2.5/2. ഇനി AG2. അപ്പൊ ഇതിന്റെ ഈ സ്ഫിയറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി അതിന്റെ സെന്ററിൽ തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ പോയിന്റ് A മുതൽ G2 വരെ എത്രയാണ്? 2.5 plus 5/2. 2.5 plus 5/2. അപ്പൊ AG1 കിട്ടി, AG2 കിട്ടി. അപ്പൊ G1 G2 കിട്ടി. ഇനി G വേണം. അപ്പൊ അതെങ്ങനെയാന്ന് ചോദിച്ചാൽ നമുക്കത് ഈ നമ്മളവിടെ ഇങ്ങനെ ചെയ്യുന്നു. AG ഡിസ്റ്റൻസ് ഓഫ് കോമൺ സെന്റർ ഓഫ് ഗ്രാവിറ്റി G ഫ്രം A. അതായത് ജിയുടെ പൊസിഷൻ G Aയിൽ നിന്നും എത്ര മുകളിലാണ്, എത്ര ഹൈറ്റിലാണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, AG is equal to W1 into AG1 plus W2 into AG2 by W1 plus W2. ഓക്കെ, നമ്മൾ AG എന്ന് വെച്ചാൽ കമ്പൈൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ് അല്ലേ. അപ്പൊ ആ ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈഡ് ബൈ സം ഓഫ് ബോത്ത് വെയ്റ്റ്സ് is equal to weight of the bodies multiplied by respective positions of the center of gravities. ഓക്കെ, അപ്പൊ AG1 AG2 കണ്ടുപിടിച്ച് ഇതിനു വേണ്ടി W1 ഉം W2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ ഫോർമുലയിൽ നമുക്ക് 2.98 meters മുകളിലാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് കിട്ടി. സെന്റർ ഓഫ് ഗ്രാവിറ്റി 2.98 meters from A. Okay. Let H be the depth of immersion. Okay, അപ്പോൾ H depth നമുക്ക് സീ വാട്ടറിന്റെ താഴെ ഉണ്ട്. ഇനി അതാണ് കണ്ടുപിടിക്കാൻ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത, നേരത്തെ നമുക്ക് ഒരു ബോഡിയേ ഉള്ളതല്ലേ, ഇപ്പൊ നമുക്ക് രണ്ട് ബോഡീസിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. ടോട്ടൽ വെയിറ്റ് ഓഫ് ദി പോണ്ടോൺ എന്ന് പറയുന്നത് നമ്മുടെ റെക്ടാങ്കുലർ ബോഡി, താഴെയുള്ള ബോഡി, ആൻഡ് ബോയിലർ ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് സീ വാട്ടർ ഡിസ്പ്ലേസ്ഡ്. അപ്പൊ ഈ രണ്ട് ബോഡീസിന്റെയും കൂടെ വെയിറ്റും സീ വാട്ടർ ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്ന വെയിറ്റും സെയിം ആണെന്ന് അസ്യൂം ചെയ്യാം. W1 plus W2 is equal to W1 plus W2 is equal to small w into volume of ponton in water. Okay, small w into volume of ponton in water. Small w എന്ന് പറയുന്നത് that is the weight density of sea water. Weight density ആണ് small w.
Okay, അതിന്റെ weight density of sea water into volume ചെയ്യുമ്പോൾ എന്താണ് കിട്ടേണ്ടത്? Density is equal to mass by volume അല്ലേ? Weight density is equal to weight by volume. അപ്പോൾ weight കിട്ടാനായിട്ട് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഹലോ, ഇല്ല സാർ, ഇല്ല ഇല്ല. ഓ, മാത്യു ജോയിൻ ചെയ്തതാണോ? അല്ല, നേരത്തെ ഉണ്ടായിരുന്നു. അതല്ല, ഒരു ശബ്ദം പോലെ കേട്ടു, വേറൊരു ശബ്ദം. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ വെയിറ്റ് ഡെൻസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കാം. വെയിറ്റ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ് വെയിറ്റ് ഓഫ് ദ ബോഡി. അപ്പൊ വെയിറ്റ് ഓഫ് ദ ponton and boiler combined is equated with the weight of sea water. Weight കിട്ടാനായിട്ട് specific weight into specific weight or weight density into volume ചെയ്തു. ഓക്കെ, ഡെപ്ത് ഓഫ് ഇമ്മർഷൻ നമ്മൾ h എന്ന് അസ്യൂം ചെയ്തു. കാരണം പൊണ്ടോണിന്റെ ഡയമെൻഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? 10 meters long, 7 meters broad and 2.5 meters deep. അപ്പൊ 2.5 meters എത്ര മീറ്റർ വെള്ളത്തിന് താഴെയാണ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ 10 മീറ്ററും 7 മീറ്ററും അങ്ങനെ തന്നെ ഉണ്ട്. ഡെപ്ത് നമുക്ക് കണ്ടുപിടിക്കണം. 10 L into B into depth, അതാണ് വോളിയം. L into B into depth. W weight density നമുക്ക് തന്നിട്ടുണ്ട് സീ വാട്ടറിന്റെ അല്ലേ? 10.104. weight of the water displaced is equal to weight of the immersed body. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വാട്ടറിന്റെ weight density substitute ചെയ്തത്. ഓക്കെ, അപ്പൊ 10 into 7 into h. നമ്മൾ പൊണ്ടോണിന്റെ വോളിയം എടുത്തു, സീ വാട്ടറിന്റെ വെയിറ്റ് ഡെൻസിറ്റിയും എടുത്തു. ഓക്കെ, ഇവിടെ നമുക്ക് h കിട്ടി. അതായത് ഡെപ്ത് ഓഫ് ഇമ്മർഷൻ ഓഫ് ദ ponton ബിലോ ദ ഫ്രീ സർഫേസ് ഓഫ് വാട്ടർ. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് ഓഫ് ദ കോമൺ സെന്റർ ഓഫ് ബോയൻസി b ഫ്രം a. നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി ലൊക്കേറ്റ് ചെയ്തു, നമ്മൾ ഡെപ്ത് ഓഫ് ഇമ്മർഷൻ കണ്ടുപിടിച്ചു. നൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ എന്താണ് മെറ്റാസെൻട്രിക് ഹൈറ്റ്. മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ബി ജിയിലോട്ട് വരണം. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് ദി കോമൺ സെന്റർ ഓഫ് ബോയൻസി b ഫ്രം a is h by 2. ഓക്കെ, ഓക്കെ, അതായത് h by 2. h എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്? h is the depth of immersion അല്ലേ? ഡെപ്ത് ഓഫ് ഇമ്മർഷൻ എത്രയാണ്? അതിന്റെ സെന്ററിലാണ് സെന്റർ ഓഫ് ബോയൻസി. അപ്പോൾ 1.8 divided by 2 gives you 0.9. ഓക്കെ, ഇനി ഈ സെന്റർ ഓഫ് ബോയൻസി ഉണ്ട്, കോമൺ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ബി ജി. അപ്പൊ എ ജി മൈനസ് എ ബി അല്ലെ? എല്ലാ പോയിന്റ്സിന്റെയും ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എ ആണ്. എ ജി മൈനസ് എ ബി ഗിവ്സ് യു ബി ജി. ബി ജി ഉണ്ടെങ്കിൽ വി ഗെറ്റ് ദ മെറ്റാസെൻട്രിക് ഹൈറ്റ്. എക്സ്പെരിമെന്റൽ ഡിറ്റർമിനേഷൻ ഓഫ് മെറ്റാസെൻട്രിക് ഹൈറ്റ് അത് നമ്മൾ പഠിച്ചു. അതിന് കിട്ടിയ ഇക്വേഷൻ ആണ് I by വോളിയം ഓഫ് സബ്മേർജ്ഡ് ബോഡി മൈനസ് ബി ജി ഗിവ്സ് യു മെറ്റാസെൻട്രിക് ഹൈറ്റ്. I കിട്ടാനായിട്ട് ഇവിടെ ഓക്കെ, ഇവിടെ നമ്മൾ ഏത് ബോഡിയുടെ ഇവിടെ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യക്ക് യൂസ് ചെയ്ത ഇക്വേഷൻ ബി ഡി ക്യൂബ് ബൈ 12 അല്ലേ? ബി B of the rectangular body, breadth of the rectangular body B, depth 7 b d cube by okay depth നമ്മൾ ഇവിടെ ഇത് ഏരിയ ആണ് എടുത്തത്. b d cube ക്രോസ് സെക്ഷൻ ഏരിയ ആണ് എടുത്തത്. b d cube by പ്ലാനിലെ ഏരിയ ആണ് എടുത്തത്. b d cube by 12. ഓക്കെ, 10 into 49 into 7. ഓക്കെ, ഇനി വോളിയം ഓഫ് ദ ബോഡി ഇൻ വാട്ടർ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 10 into 7 മാറത്തില്ല, നമ്മുടെ ഡെപ്ത് ഓഫ് ഇമ്മർഷൻ കൂടെ എടുക്കണം. അത് എത്രയാണ്? 1.8 meters. അപ്പോൾ വോളിയം കിട്ടി. അപ്പോൾ വോളിയം അറിയാം, മൊമെന്റ് ഓഫ് inertia of the plan of the body, അതുകൊണ്ടാണ് ഇവിടെ 10 into 7 വന്നത്. നമ്മൾ 2.5 എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷനിലെ ഡയമെൻഷൻ ആണ്. അപ്പോൾ I by വോളിയം. ഓക്കെ, അപ്പോൾ GM കിട്ടാനായിട്ട് I by volume minus BG. അപ്പോൾ GM പോസിറ്റീവ് വാല്യൂ ആണ്, which means that metacenter is located above the center of gravity. ഏത് സെന്റർ ഓഫ് ഗ്രാവിറ്റി? കോമൺ സെന്റർ ഓഫ് ഗ്രാവിറ്റി. നമ്മളിവിടെ സ്ഫിയറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും റെക്ടാങ്കുലർ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും പറ്റിയല്ല പറയുന്നത്. കോമൺ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും കോമൺ സെന്റർ ഓഫ് ബോയൻസിയും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അത് എവിടെയാണ്? അത് പോസിറ്റീവ് വാല്യൂ ആണ്. ദാറ്റ് മീൻസ് ദാറ്റ് മെറ്റാസെന്റർ ഇസ് അബവ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി.